കൊറ്റൻകുളങ്ങരയിൽ ആറാട്ട് കഴിഞ്ഞെത്തുന്ന ദേവി വിശ്രമിക്കുന്ന കുരുത്തോലപ്പന്തലിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ക്ഷേത്ര ഐതിഹ്യവുമായി ബന്ധപ്പെട്ടതാണ് കുരുത്തോല കൊണ്ടുള്ള താൽക്കാലിക ക്ഷേത്രം. കുരുത്തോല കൊണ്ടുള്ള ശ്രീകോവിലും മുഖമണ്ഡപവും നൽകുന്ന കാഴ്ച നയനാനന്ദകരമാണ്. മണ്ണിൽ സ്പർശിക്കാതെ മുറിച്ചെടുക്കുന്ന കമുക്, വാഴ, കുരുത്തോല എന്നിവ കയറോ ആണിയോ ഉപയോഗിക്കാതെ പ്രത്യേക കണക്കിൽ ഒരുക്കിയെടുക്കുന്നു. ഉത്സവത്തിന് കിട്ടുന്ന കുരുത്തോലപ്പന്തലിനുള്ള സാധനങ്ങൾ അന്നേ ദിവസമേ മുറിക്കുവാൻ പാടുള്ളൂ. കൽപ്പീഠങ്ങൾ കാക്കാത്തിമാരാണ് വൃത്തിയാക്കുന്നത്. ഈ ജോലിക്ക് മുമ്പ് കരക്കാർക്ക് വെറ്റിലയും പുകയിലയും ഉൾപ്പെടുന്ന ദക്ഷിണ നൽകി അനുവാദം വാങ്ങണം. കരക്കാർ തിരിച്ചും ദക്ഷിണ നൽകുന്നു. കുരുത്തോലപ്പന്തൽ കെട്ടുവാനുള്ള അവകാശം തണ്ടാർ സമുദായത്തിനാണ്. കരപ്രമാണിമാരുടെ പക്കൽ നിന്നും ആശാരി സമുദായം കൈനീട്ടം സ്വീകരിച്ച് അവരുടെ സാന്നിധ്യത്തിൽ വേണം കുരുത്തോലപ്പന്തൽ ഉയർത്തേണ്ടത്. ദേവിക്ക് ഇരിക്കുവാനുള്ള കുരുത്തോലപ്പന്തൽ ക്ഷേത്രത്തിന് കിഴക്ക് വശം ഉയർന്നാലേ കെട്ടുകാഴ്ചകൾ ക്ഷേത്ര മൈതാനത്ത് കടക്കുകയുള്ളൂ. ലോകത്ത് ഇത്രയും ആചാരാനുഷ്ഠാനങ്ങളോടെ നിർമ്മിക്കുന്ന കുരുത്തോലപ്പന്തലും ആചാരങ്ങളും മറ്റെവിടെയും കാണാൻ സാധിക്കുകയില്ല. ദേവി ചൈതന്യം കണ്ടെത്തിയ ശിലയ്ക്ക് ചുറ്റും ഗോപബാലന്മാർ കുരുത്തോല കൊണ്ട് അമ്പലം കെട്ടിയതിൻ്റെ ചരിത്രമാണ് കുരുത്തോലപ്പന്തലിൻ്റേത്. മീനം 10 ചവറ പുതുക്കാട് കരക്കാരുടെ നേതൃത്വത്തിലും മീനം 11 കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം കരക്കാരുടെ നേതൃത്വത്തിലുമാണ് കുരുത്തോലപ്പന്തലുകൾ സ്ഥാപിക്കുന്നത്. മീനം 10, 11 തീയതികളിൽ കൊല്ലം ജില്ലയിൽ ചവറ മേജർ ശ്രീ കൊറ്റൻകുളങ്ങര ദേവീക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ ഉത്സവാഘോഷമാണ് പുരുഷന്മാർ സ്ത്രീവേഷം കെട്ടി വിളക്കെടുക്കുന്ന ചമയവിളക്ക് മഹോത്സവം. ചവറ, പുതുക്കാട്, കുളങ്ങര ഭാഗം, കോട്ടയ്ക്കകം എന്നീ 4 കരകൾ ചേർന്നാണ് ഉത്സവം നടത്തുന്നത്. ഇതിൽ കുളങ്ങര ഭാഗം കരയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഉത്സവം നിശ്ചയിക്കുക എന്നതാണ് ആഘോഷത്തിൻ്റെ മർമ്മപ്രധാനമായ ഭാഗം. ഐതിഹ്യവിധി പ്രകാരം ഉത്സവ നടത്തിപ്പിനെക്കുറിച്ച് ആലോചിക്കുവാനായി കുളങ്ങര ഭാഗം കരയിലെ നിലവിലുള്ള ഭരണസമിതി ഭാരവാഹികൾ 4 കരക്കാർക്കും രേഖാമൂലം അറിയിപ്പ് നൽകുന്നു. 4 കരകളിലെയും പ്രതിനിധികൾ നിർദ്ദിഷ്ട ദിവസം ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നടേവെളി എന്നറിയപ്പെടുന്ന മൈതാനത്ത് എത്തിച്ചേരുന്നു. അവിടെ തെക്കും വടക്കുമായി 2 കളിത്തട്ടുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ചവറ, പുതുക്കാട് എന്നീ കരക്കാർക്ക് ഇരിക്കുവാൻ തെക്കേ കളിത്തട്ടും കുളങ്ങര ഭാഗം കോട്ടയ്ക്കകം കരക്കാർക്ക് ഇരിക്കുവാൻ വടക്കേ കളിത്തട്ടുമെന്നതാണ് സാമ്പ്രദായിക രീതി. ഈ കളിത്തട്ടുകളിൽ ഇരുന്നാണ് കരക്കാർ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് ആലോചനകൾ നടത്തുന്നത്. ഏകദേശം 6 മണിയോടുകൂടി ഓരോ കളിത്തട്ടിലും തനതു കരയായ കുളങ്ങര ഭാഗം കരക്കാർ ഭദ്രദീപം തെളിയിക്കുന്നു. അതിനുശേഷം തെക്കേ കളിത്തട്ടുകാർ വടക്കേ കളിത്തട്ടിലേക്ക് നോക്കി അവരുടെ വരവറിയിക്കുന്നു. പ്രധാന ഭാരവാഹി തെക്കേ കളിത്തട്ടിലേക്ക് നോക്കി 4 കരകളും ചേർന്ന് കൂട്ടായി ഉത്സവ ആലോചന നടത്തുന്നതിന് ചവറ, പുതുക്കാട് കരക്കാർ എത്തിച്ചേർന്നിട്ടുണ്ടോ എന്ന് വിളിച്ചു ചോദിക്കുന്നു. ഉണ്ടെന്ന മറുപടി ലഭിക്കുമ്പോൾ അവരെ വടക്കേ കളിത്തട്ടിലേക്ക് ക്ഷണിക്കുന്നു. നിറദീപവുമായി ചവറ, പുതുക്കാട് കരക്കാർ വടക്കേ കളിത്തട്ടിൽ പ്രവേശിക്കുന്നു. തുടർന്ന് കേന്ദ്ര ഉത്സവ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ 4 കരക്കാർക്കും കൂടി കൂട്ടായി ഉത്സവം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുന്നു. ഉത്സവം നിശ്ചയിച്ചാൽ ഈ വിവരം 4 കരക്കാരെയും അറിയിക്കുക എന്ന ഉദ്ദേശത്തിൽ 2 കതിനാവെടികൾ മുഴങ്ങുന്നു. ഇതോടെ ആലോചനാ യോഗം സമാപിക്കുന്നു.